പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചതേ നീ ഇവിടെ ജോയിൻ ചെയ്തിട്ട് 1 മാസമായി. സാലറി തരാനാ. കൂടുതൽ പ്രകടനമൊന്നും വേണ്ട. കരണത്തടിക്കേണ്ട കൈയുണ്ടാ ഞാനിപ്പോ ഈ പണം തന്നിരിക്കുന്നത്. അതിന് കമ്പനിയോട് കൂറ് കാണിച്ചാ മതി. താൻ പറഞ്ഞ പോലെ ഇനിയിപ്പോ തന്നെ കണ്ട പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ ഞാൻ അവനെ കണ്ട ശേഷം താൻ അകത്തേക്ക് വന്നാൽ മതി. എന്താ? അത് മതി കണ്ണേട്ടാ. മേഘേട്ടനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരടി? കണ്ണേട്ടൻ. കണ്ണ് മാത്രമേ ഉള്ളൂ? അല്ല, പിന്നെ കണ്ണേട്ടന്റെ ഡ്രൈവറും ഉണ്ട്. ഡ്രൈവർ ഇല്ലാതെ അവന് വണ്ടി ഓടിച്ചുകൂടെ വരാൻ പറ്റില്ലല്ലോ. ഇത് അവന്റെ കൂടെ അവന്റെ കെട്ടിയോളം ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ഇല്ല, കണ്ണേട്ടൻ ഒറ്റയ്ക്കാ വന്നത്. എന്നാ കുഴപ്പമില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ നടന്നവനെ എന്റെ ബിസിനസ് സ്ഥാപനങ്ങളുടെ തലപ്പത്ത് കൊണ്ടുവന്നത് ഞാനാ. ഉണ്ണിക്കൊപ്പം തന്നെ അവനും ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ അവൻ എന്നോട് മാത്രമല്ല എന്റെ ഭാര്യയോടും നന്ദി സ്നേഹമുള്ളവനായിരിക്കണം. ഒന്നുമില്ലെങ്കിലും നാളെ എന്റെ പെങ്ങളെ അവൻ കൊടുക്കേണ്ടതല്ലേ? എങ്ങനുണ്ടാ? ആ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം നിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെന്താ കണ്ണ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, നീ ഇവിടെ ഉണ്ടായിട്ടും ഏതോ ആയുർവേദ റിസോർട്ടിൽ കിടക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്. ആ, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇനി കള്ളം പറയാനൊന്നും ശ്രമിക്കണ്ട. നിനക്കെന്റെ ഭാര്യയെ കാണാൻ എന്താ എത്ര ബുദ്ധിമുട്ട്? എടാ, ഇതാണ് എന്റെ ഭാര്യ മഹാലക്ഷ്മി. കണ്ടിട്ടില്ലെങ്കിൽ നീ ശരിക്ക് കണ്ടോ? അതെന്താ കണ്ണ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ കല്യാണത്തിന്റെ അന്ന് നിന്റെ ഭാര്യയെ കണ്ടതാണല്ലോ. അന്ന് നീ ഫോട്ടോയ്ക്കൊന്നും പോസ് ചെയ്തില്ല, എവിടെയൊക്കെയോ കറങ്ങി നടക്കുമായിരുന്നു. പിന്നെ നിന്നെ കാണാൻ ഇവിടേക്ക് വന്നപ്പോ നീ ഫാൻസി ഡ്രസ്സ് കളിച്ചതുകൊണ്ട് അന്ന് നിന്റെ മുഖം വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല. നീ ഷേവിംഗ് ക്രീം മുഖത്ത് പതപ്പിച്ച് നിന്നതൊക്കെ ഓർമ്മ കാണുമല്ലോ. അല്ല, എന്താ നിന്റെ മുഖത്ത് ഇത്ര പതർച്ച? ഏയ്, ഒന്നുമില്ല കണ്ണ. ഇയാൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാ നീ താഴോട്ട് വരില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ എനിക്കൊപ്പം ഇത്രയും സമയം ഇയാൾ ഇങ്ങോട്ട് വരാതിരുന്നേ. നീ ഇവിടെ ഉണ്ടെന്നറിയാൻ സൈബർ സെല്ലിന്റെ വരെ സഹായം ഞങ്ങൾക്ക് തേടേണ്ടി വന്നു. അമ്മായിയുടെ സ്വാതിയുടെ മുന്നിൽ വെച്ച് പറയാൻ പാടില്ലാത്തതാ. എങ്കിലും ഇവർക്കൊക്കെ നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുക, നീ വിവാഹത്തിന് മുമ്പെങ്ങാനും ഇയാളുടെ പിന്നാലെ പോയിട്ടുണ്ടോ? അത് പിന്നെ അങ്ങനെ
മഹാലക്ഷ്മി പറഞ്ഞായിരുന്നോ? ഇയാള് പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനൊരു സംശയം. അയ്യോ, പഠിക്കുന്ന കാലം തൊട്ടേ കാണാൻ കൊള്ളാവുന്ന ഏത് പെൺകുട്ടിയെ കണ്ടാലും നീ അവരുടെ പിന്നാലെ പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നല്ലോ. എന്താ കണ്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ ഒരു നേരം പോക്കിന് ഓരോന്ന് ചെയ്തതല്ലേ. എന്നുവെച്ച് ഈ പ്രായത്തിലും തുടരുവോ? തുടരാൻ പാടില്ല. എന്റെ പെങ്ങളെ നിനക്ക് തരാനുള്ളതാ. ആ ചാൻസ് വെറുതെ നഷ്ടപ്പെടുത്തരുത്. ഇവളിനി ഇവന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കാണുമോ? 2 തവണ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ കാണാൻ വന്നിരുന്നു. അപ്പോഴൊന്നും എനിക്ക് മുഖം തന്നിരുന്നില്ല. ആ സമയത്ത് ഇവൻ ഐസിയുലും മറ്റോ ആയിരുന്നല്ലോ. ഇവൻ സാധാരണ പെൺകുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ ചൂട് നിൽക്കാറില്ല. അവരെ കയറി ഹെഡ് ചെയ്യുന്ന ഇവന്റെ ഒരു രീതി. ഇവിടെ മാത്രം എന്താടാ നിന്റെ ആ സ്മാർട്ട്നെസ് ഇല്ലാത്തത്? അത് പിന്നെ വയ്യ കണ്ണ. ശരീരമാസകലം വേദനയാ. ആ, അങ്ങനൊരു സിമ്പതി എനിക്ക് നിന്നോടുണ്ട്. എന്നുവെച്ചാ എനിക്ക് സംഭവിക്കേണ്ട അപകടമാണല്ലോ നീ പിടിച്ചു വാങ്ങിയത്. അതുകൊണ്ടാ ഇയാളെ അവഗണിച്ചിട്ടും ഞാൻ നിന്നെ കൂടുതലൊന്നും പറയാത്തത്. അപ്പോഴും നീ ഒരു കാര്യം ഓർമ്മിച്ചോ, ഈ ആവശ്യതയൊക്കെ മാറി ഇനി നീ പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയാല് നിന്റെ സ്വഭാവത്തില് കാര്യമായ മാറ്റം വരുത്തണം. എന്റെ ഭാര്യയെ സ്നേഹിക്കാത്തവരെ, ഇയാളെ കാണുമ്പോൾ അകന്നു മാറി പോകുന്നവരെ എനിക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെല്ലാരോടുമായിട്ടാ ഞാൻ ഈ പറയുന്നത്. കമലേശ്വരൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ഞാനാണ്. അവിടെ ഞാൻ കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഇയാൾക്കാ. അതിന്റെ ഒരു പരിഗണന ഇയാൾക്ക് എന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അതിവിടെ ആവർത്തിക്കണ്ട ആരും. അവിടെ എന്റെ അനിയന്റെ ഭാര്യയ്ക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. എന്റേത് വെറുമൊരു MD പോസ്റ്റ് അല്ല. കമ്പനിയും സ്വത്തുമൊക്കെ ഒരു 90% എന്റെ പേരിലാണെന്ന് അവൾക്കറിയില്ല. എന്നാ നിങ്ങൾക്കൊക്കെ അത് അറിയാലോ. അതുകൊണ്ട് എല്ലാവരും നിലമറന്ന് സംസാരിക്കാതെയും പെരുമാറാതെ ഇരുന്നാൽ കൊള്ളാം. ഇനി എവിടെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഓടി ഒളിക്കാൻ നോക്കണ്ട കേട്ടോ. ഞാനത്ര ഭീകരജീവിയൊന്നും അല്ല. നീയാണ് ഭീകരൻ. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇയാള് പറഞ്ഞു കേട്ടല്ലോ. അപ്പോഴേ അതുപോലെയൊക്കെ അങ്ങ് മുന്നോട്ട് പോവാൻ നോക്ക്. ശരി മൈ, പോയിട്ട് വരാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ മോനെ. ഏയ് വേണ്ട, ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവനെ കൈയോടെ പിടിക്കാനായിട്ട് ഞങ്ങൾ 2ആളും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാ. അല്ലെങ്കിൽ ഇവ ഇവിടുന്ന് മുങ്ങിക്കളയും തോന്നി. കണ്ണേട്ടൻ പറഞ്ഞത് ശരിയാണല്ലോ. അവരെ കണ്ടപ്പോ എന്താ മേഘേട്ടൻ ഇത്ര പതർച്ച? എനിക്ക് പതർച്ചയൊന്നുമില്ല. പിന്നെ എടി, ഇത്രയും നാൾ അവളുടെ അടുത്ത് നിന്ന് മാറി നിന്നല്ലേ. ഈ പെട്ടെന്ന് കണ്ടപ്പോ ആകെ ഒന്ന് വിളറിപ്പോയി, അത്രേ ഉള്ളൂ. അവളെ കണ്ടപ്പോ അവൻ ആകെ പതറിപ്പോയല്ലോ മോളെ. മേഘേട്ടൻ പറയുന്നതിനപ്പുറം എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടമ്മേ. ഇനി കണ്ണേട്ടൻ പറഞ്ഞതുപോലെ മേഘേട്ടൻ അവളുടെ പിന്നാലെ എങ്ങനെ നടന്നു കാണൂ? അതാ എന്റെ സംശയം.
അങ്ങനെ എത്ര എത്ര പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ പേരിൽ വഴക്കും തല്ലും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. കണ്ണേട്ടൻ താക്കീത് ചെയ്ത് കഴിഞ്ഞു. ഇനി മേഘേട്ടൻ മാത്രമല്ല, നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉള്ളത് കൂടി ഇല്ലാതാവും. ഇല്ലാതാകത്തില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞത് നീ കേട്ടിരുന്നുവെങ്കിൽ നിനക്ക് അവനെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? എന്നിട്ട് എന്റെ ജീവിതം തൊലഞ്ഞു പോണം അല്ലേ? എല്ലാം എഴുതി വാങ്ങിയ ശേഷം അവനെ തള്ളിക്കളഞ്ഞിട്ട് നിനക്ക് വേറെ കെട്ടായിരുന്നല്ലോ. നല്ല അമ്മ ഇങ്ങനെ തന്നെ മക്കൾക്ക് ഉപദേശം കൊടുക്കണം. ആ അതുകൊണ്ട് ഇപ്പൊ എന്താ പറഞ്ഞത് കേട്ടില്ലേ? അവക്കാണ് കമ്പനിയിൽ 2ാം സ്ഥാനമൊന്ന്. എന്ന് വെച്ചാ അവൻ എന്തെങ്കിലും സംഭവിച്ചാ അവളാ പിന്നെ കോടീശ്വരി. അവിടെ അവൾ അവളുടെ തനി നിറം കാണിക്കും. അവള് വേറെ കെട്ടും. ഇപ്പൊ തന്നെ ഒരുത്തന്റെ പിന്നാലെ നടക്കുന്നുന്നാ എല്ലാവരും പറയുന്നേ. അങ്ങനെ അടി ബുദ്ധിയുള്ള പെമ്പിള്ളാര്. ഇയാളെന്തിനാ കടന്നിങ്ങനെ വിളിക്കുന്നത്? എല്ലാം കുളവാക്കിട്ട്. ആ സാറേ, അവളിവിടെ വന്നതാ. ആ മഹാലക്ഷ്മി കണ്ണനൊപ്പം. ഹലോ, എന്നിട്ടെന്താ അവൾ എന്നെ കണ്ടറാ. ഇനിയിപ്പം നിന്റെ അവസ്ഥ തന്നെ എനിക്കും. കണ്ണന്റെ ജീവിതത്തിൽ നിന്നും അവന്റെ സ്ഥാപനങ്ങളിൽ നിന്നും എനിക്ക് പടിയിറങ്ങി പോവേണ്ടി വരുമെന്നാ എനിക്കിപ്പോ സംശയമുണ്ട്. ഞാനത് പെട്ടുപോയടാ. എടാ, നിന്നെ ഒന്നും കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എടാ, ഇങ്ങനൊരു സീൻ ഉണ്ടാവാതിരിക്കാനാ അതിനു മുമ്പ് അവളെ കൊണ്ട് പോവാൻ പറഞ്ഞത്. എന്നിട്ടും നിന്നെ കൊണ്ട് എന്തെങ്കിലും സാധിച്ചോളാ. അത് പിന്നെ സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ അബദ്ധം കാണിച്ചത്. നീ എന്ന് വെച്ച ആനയാണ് ചേനയാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത്. നിനക്ക് ഡ്രസ് തരുന്നു, നീ കൊടുത്ത സാരി അവൾ ഉടുക്കുന്നു. ഡാടാ, അതൊക്കെ കേൾക്കുമ്പോഴേ പിന്നെ അവളുടെ മനസ്സ് ഇളകിയെന്നല്ലേ എല്ലാവരും കരുതൂ. ഇവിടെ ഇളകിയതേ നിന്റെ മനസ്സാ. അതുകൊണ്ടിപ്പോ എന്താ, എനിക്കും കിട്ടി 8ന്റെ പണി. ആ ഇപ്പൊ തന്നെ അവളെല്ലാം കണ്ണനോട് പറഞ്ഞു കാണും. അവനാണെങ്കില് പെണ്ണുങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നവനെ വെച്ച് പൊറപ്പിക്കത്തില്ല. ഞാൻ ശരിക്കും പെട്ടുപോയെങ്കിലേ കണക്കായി പോയി. അവള് കണ്ണനോടെല്ലാം പറഞ്ഞിട്ട് എന്നെ അവൻ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ പിന്നെ ഞാൻ അവളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. അവളുടെ ആയുസ് എടുക്കാൻ ഞാൻ തന്നെ നേരിട്ടിറങ്ങും.
കുറുക്കനെ പോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഒരുമാതിരിപ്പെട്ടവനെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവനെയും അവനെയൊക്കെ ഒരേ നുകത്തി കെട്ടാം. ഇതുപോലൊരുത്തൻ ഒരു കാരണവശാലും കണ്ണേട്ടന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പാടില്ല. അത്രയ്ക്ക് ഫ്രോഡാവൻ. ഹലോ, ഞാനാ മേഘനാഥൻ. ഓ, ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയോ? നേരത്തെ മുഖം പോലും തരാതെ നടക്കുമായിരുന്നല്ലോ. സത്യം പറഞ്ഞ മഹാലക്ഷ്മിയാണ് കണ്ണനെ വിവാഹം കഴിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കല്യാണത്തിന്റെ അന്നാ മഹാലക്ഷ്മിയെ ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഈ കല്യാണം മുടക്കിയേനെ താനല്ലേ? അതുകൊണ്ട് തന്നെയാ താൻ പെണ്ണ് കാണലിന്റെ ദിവസം കണ്ണേട്ടനൊപ്പം വരാതിരുന്നത്. അതെന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുവാ. ആയിക്കോട്ടെ, എന്റെ ജീവിതം തൊലയ്ക്കരുത്. അറിയാലോ, ഞാനിപ്പോ കണ്ണന്റെ ശമ്പളക്കാരനാ. മഹാലക്ഷ്മി നടന്നതൊന്നും കണ്ണനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ പറഞ്ഞിട്ടില്ല. തോന്നി. അല്ലെങ്കിൽ ഉറപ്പായും കണ്ണൻ ഇപ്പോഴെന്നെ വിളിച്ചേനെ എന്ന് കരുതി ഇത് ഞാനങ്ങനെ മൂടി വെക്കാനൊന്നും പോകുന്നില്ല. മൂടി വെക്കണം. പഠിപ്പ് കഴിഞ്ഞിറങ്ങിയപ്പോ തന്നെ കണ്ണനാ പറഞ്ഞത് കൂടെ നിൽക്കാൻ. അതുകൊണ്ട് കൂടെ നിൽക്കുക. ഒരു കാരണവശാലും എന്റെ വരുമാനം ഇല്ലാതാക്കരുത്. ഞാൻ മഹാലക്ഷ്മിയുടെ കാല് പിടിക്കാം. താൻ കാലും പിടിക്കണ്ട, കൈയും പിടിക്കണ്ട. ഞാനായിട്ട് തന്റെ വരുമാനം ഇല്ലാതാക്കുന്നില്ല. പക്ഷെ സത്യസന്ധമായിട്ട് വേണം ജോലി ചെയ്യാൻ. ഒരു കാരണവശാലും വളഞ്ഞ വഴിയിലൂടെ കമ്പനിയെ ചീറ്റ് ചെയ്യരുത്. അയ്യോ, ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള കാര്യമൊന്നും താൻ പറയണ്ട. ഇനി താൻ കമ്പനിയിൽ തുടരുന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് പോകണമെന്നാ പറഞ്ഞത്. ശരി. അതുപോലെ തന്നെ ഒരേ സമയം ഒന്നിലധികം പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന തന്നെ പോലൊരുത്തൻ ഒരു കാരണവശാലും മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പാടില്ല. അയ്യോ, അത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ബന്ധോ? എന്തു തന്നെ ആയാലും ശരി, താൻ ആ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. അല്ലെങ്കിൽ എനിക്ക് കണ്ണേട്ടനോട് കഴിഞ്ഞുപോയ കഥകൾ പറയേണ്ടി വരും.
മഞ്ജുവിനും അമ്മായിക്കൊക്കെ എന്നെ വലിയ ഇഷ്ടാ. അവളെന്റെ മുറപ്പെണ്ണാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മുറപ്പെണ്ണിനെ താൻ വിട്ടുകളയണമെന്ന്. അവൾ ഏതെങ്കിലും നല്ല പയ്യന്മാരെ കല്യാണം കഴിച്ച് ജീവിക്കട്ടെ. എന്നോട് തന്റെ മുറപ്പെണ്ണിന് വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും അവൾ എന്റെ കണ്ണേട്ടന്റെ അനിയത്തി ആയതുകൊണ്ട് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതൊഴിച്ച് ബാക്കി എന്തും പറഞ്ഞോ, ഞാൻ കേൾക്കാം. ആ, അതൊഴിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. കാലണയുടെ കള്ളത്തരം കാണിക്കാതെ കമ്പനിയെ സേവിക്കണമെന്ന് ഇപ്പോഴല്ലേ ഞാൻ തന്നോട് പറഞ്ഞത്. ആ, അയ്യോ, അത് ഞാൻ ചെയ്തോളാം. അതിന്റെ ഒപ്പം ഇതും ചെയ്യണം. കല്യാണം വേണ്ടാന്ന് മഞ്ജുവിന്റെ അമ്മയോ പറയില്ല. എന്നാ താൻ പറയണം, എനിക്ക് ഈ കല്യാണം വേണ്ടാന്ന്. അതെങ്ങനെ പറയും? തന്റെ നാവ് കൊണ്ടത് പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ കണ്ണേട്ടൻ അറിയേണ്ടത് അറിഞ്ഞിരിക്കും. ശരി മഹാലക്ഷ്മി, ഞാൻ ശ്രമിക്കാം. ശ്രമമൊന്നും വേണ്ട, പറഞ്ഞങ്ങ് കേട്ടാ മതി. ഹലോ ഹലോ ഹലോ, ഇവളെന്നെ നശിപ്പിക്കുന്ന ലക്ഷണമാണല്ലോ.